मेहता का उल्टा चश्मा। എന്നെ തന്നെ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? ആൻഡി പെട്ടെന്ന് ടവൽ വെച്ച് തുടച്ചോളൂ. ഈ റേസ് ഇനി നമ്മൾ ജയിക്കും. അങ്ങനെ ഒടുവിൽ നമ്മുടെ ബബിതയും പിങ്കുവും ഈ റേസിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അതെന്തിനാ നീ ഇത്ര വിഷമത്തോടെ പറയുന്നത്? നീ കമന്റേറ്റർ അല്ലേ, ആവേശത്തോടെ പറ. ശരി അച്ഛാ, ബബിത റേസിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഇതിനെ പറ്റി എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ജീവിതത്തിൽ ജയവും തോൽവിയും ഒക്കെ സാധാരണമാണ്, പക്ഷേ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് പ്രധാനം. പിന്നെ രണ്ടാമത്തേത്, ഈ ഹെലികോപ്റ്ററിന്റെ ഫാൻ വളരെ സ്പീഡിലാണ് കറങ്ങുന്നത്. ഒന്ന് സ്ലോ ആക്കാൻ പറ. എന്റെ അച്ഛാ, എന്താ ഇത്? ആരും അനങ്ങി പോകരുത്, തട്ടിക്കളയും ഞാൻ. ഈ മത്സരം വളരെ വീറോടുകൂടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കിള് കുടുങ്ങിപ്പോയി. ഇപ്പൊ ഗോഗിയും സോണിയങ്ങളും മുന്നു കേറിപ്പോവും. അയ്യോ, ഹലോ ബീഡച്ചേട്ടാ, ബൈ ബൈ. അച്ഛാ. അച്ഛാ, അച്ഛനൊരു സൂപ്പർ ഹീറോ ആണ്. എന്റെ അച്ഛ എന്തായി ചെയ്യുന്നത്? റേഷനിടയ്ക്ക് ആരാ ഭക്ഷണം കഴിക്കുക? മോനെ, ഇതെന്റെ ശരീരത്തിനുള്ള പെട്രോളാ, പൊറോട്ട. അങ്കിൾ, എനിക്കും ഒരു പൊറോട്ട തരുമോ? ബൈ ബൈ. അതെ, നിങ്ങൾ ഇവിടെ പൊറോട്ട കഴിച്ചോണ്ടിരുന്നോ? അവരിത് ഒരുപാട് മുന്നിൽ കയറിപ്പോയി. ഓയ്യോ, സൈക്കിൾ റേസ്. എന്റെ ഗോപി മോനെ, ഒന്ന് വേഗം വാ, വന്ന് വേഗം കേറ്. അങ്കിൾ, നീ കാരണം സൈക്കിൾ മുഴുവനും നശിച്ചു പോയി. അങ്കിള് വിഷമിക്കണ്ട. റേസ് കഴിഞ്ഞാൽ ഞങ്ങൾ സൈക്കിൾ തിരികെ തരാം. എന്റെ സൈക്കിൾ. അല്ല, ഇതിലെനിക്ക് ചവിട്ടാൻ പെടലില്ലല്ലോ. അല്ലെങ്കിലും അങ്കിൾ എവിടാ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നത്? വിട്ടേക്ക്, ഞാൻ തന്നെ ചവിട്ടിക്കോളാം.
ശ്ശേ, എല്ലാം ചെറിയ സൈസിൽ ഉറുമ്പിനെ പോലെയാണല്ലോ കാണുന്നത്. ജേഠാലാലേ, നിനക്കൊരു ബൈനാക്കുലർ പോലും നേരെ പിടിക്കാൻ അറിയാൻ പാടില്ലല്ലേ? ഇനി മേലാൽ ഈ ബൈനാക്കുലർ നീ തൊട്ടു പോകരുത്. ആ കാര്യമൊക്കെ വിട്ടേക്കച്ചാ. ദേ അങ്ങോട്ട് നോക്ക്, ദയും ടപ്പുവും എല്ലാവരെക്കാളും മുന്നിലാണ്. അങ്ങനെ ടപ്പുവും ദയും ഇത് അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം 8ാമത്തെ റൗണ്ട് പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. അമ്മേ, നമ്മൾ എല്ലാവരെക്കാളും വളരെ മുമ്പിലാണ്. നമ്മൾ എന്തായാലും ഈ റേസ് ജയിക്കും. എന്റെ അമ്മേ, കാവിലമ്മേ, ഇവിടെ എന്തിനാ സ്കൂളിലെ ബെല്ലടിക്കുന്നത്? ടാപ്പു, അത് സ്കൂളിലെ മണിയല്ല, ബാങ്കിൽ മോഷണം നടക്കുന്നതാമേ. അങ്ങോട്ട് നോക്ക്. അമ്മേ, ഞാനിപ്പോ ആലോചിക്കുന്നത് തന്നെയാണ് അമ്മയും ഇപ്പൊ ആലോചിക്കുന്നത്. നീ ആലോചിക്കുന്നത് ചട്നി ഉണ്ടാക്കാനായിട്ട് പുതിന വാങ്ങിക്കണമെന്നല്ലേ? അല്ല അമ്മേ, ഇന്ന് നമ്മൾ ചമ്മന്തിയാക്കാൻ പോകുന്നത് ആ കള്ളന്മാരെ ആയിരിക്കും. അല്ല, എന്താ ഇത്? ഫിനിഷിംഗ് ലൈൻ അവിടെയാണ്. കണ്ടില്ലേ? ഇതെന്താ, ദയും ടപ്പും ട്രാക്കിന് വെളിയിലേക്കാണല്ലോ പോകുന്നത്. ദേക്കും ഡപ്പൂനും നിന്നേക്കാളും നല്ല ബുദ്ധിയുണ്ട്. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതിനായിരിക്കും. എടാ ചെറുക്ക, നോക്കി കണ്ട് സൈക്കിൾ ഓടിച്ചുകൂടെ? നിന്നെ പോലുള്ള കള്ളന്മാരെ പാലക്ക് തേച്ച് മിനുക്കി എടുക്കണം. ജബ്ബാ ഓടിക്കോ, അല്ലെങ്കിൽ അവർ ആ സൈക്കിളിന്റെ ടയർ കൊണ്ട് നമ്മളെ റിട്ടയർ ആക്കും. ജബ്ബാ, ഓടാൻ വേണ്ടി തയ്യാറായിക്കോളൂ. 5 വർഷമായി പോലീസിന് പോലും ഞങ്ങളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണോ നിങ്ങൾ പിടിക്കാൻ പോകുന്നത്? ഓടിക്കോ ജബ്ബാ. അമ്മേ വരൂ. ജബ്ബാ, അവര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. ബൈ ബൈ മോനെ. മാറ് മാറ്, മുന്നീന്ന് മാറ്. ടപ്പു, ബ്രേക്ക് ചവിട്ട്. ജബ്ബാ, മുന്നിൽ പോലീസ്. ഓഹോ, നീ വേഗം എന്റെ പിന്നാലെ വാ. വാ. അതെ അങ്കിള്, ഒരുപാട് ഓടിയതല്ലേ, കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? ഓ, ഇവൻ നമ്മുടെ പുറകിന്ന് മാറുന്ന ലക്ഷണമില്ലല്ലോ. വാ. അമ്മേ, നമ്മുടെ ഫൈനൽ അറ്റാക്കിന് വേണ്ടി തയ്യാറായിക്കോളൂ. അല്ല, ഇവര് രണ്ടുപേരും എവിടെ പോയി? ഇവരാണ് ജബനും കബനും. കുറെ നാളായി പോലീസിനെ വെട്ടിച്ച് കറങ്ങി നടക്കുകയായിരുന്നു. പക്ഷെ പോലീസിനോട് കളിച്ചാൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഓ നോ, അമ്മേ റേസ്. അമ്മേ വേഗം പോവാം. ടപ്പുവും ദയും ഒഴികെ ബാക്കി എല്ലാവരും അവസാനത്തെ റൗണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സോണുവും ബീഡയുമാണ്. ഗോഗിയുടെയും ഗോലിയുടെയും ടീമും അത്ര പുറകിലല്ല. ടപ്പും ദയും റേസിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്.
ദയയും ടപ്പുവും വളരെ വേഗത്തിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശിവ ശിവ, ഈ ടപ്പുവും ദയയും എന്തൊക്കെ അഭ്യാസങ്ങളായി കാണിക്കണേ. എല്ലാ മത്സരാർത്ഥികളും ഫിനിഷിംഗ് ലൈനിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അമ്മേ, നമ്മളിനി എത്ര ശക്തിയായി പെടല് ചവിട്ടിയാലും ഇതിലും സ്പീഡിൽ സൈക്കിൾ പോവില്ല. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, പറയട്ടെ. സോണും ബീഡയും ഈ റേസ് ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടപ്പു, നമ്മുടെ സൈക്കിൾ പറപ്പിച്ചു വിടറാ. ദയേച്ചിക്കും ടപ്പുവിന് ഞാൻ നന്ദി പറയുകയാണ്. കൊള്ളാം മോളെ, കൊള്ളാം ടപ്പുക്കുട്ടാ. നിങ്ങൾ രണ്ടുപേരും റൈസ് ജയിച്ചിരിക്കുക മാത്രമല്ല കള്ളന്മാരെയും പിടിച്ചിരിക്കുകയാണ്. അല്ല, ഇത് ആരുടെ ഭാര്യയും മോനുമാണെന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? ഒന്ന് പോടാ അവിടുന്ന്. നീ ഒന്നും ചെയ്തിട്ടില്ല. ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വന്നിരിക്കുന്നു.